അഡ്വക്കേറ്റ് TB മിനി, ഈ കേസിൽ താങ്കൾ തന്നെ തുറന്നു പറഞ്ഞതാണ് ഇത് ഇരയായ നടിക്ക് പോലും കോടതി മുറിയിൽ ചില മോശം അനുഭവങ്ങൾ ഉണ്ടായി എന്ന്. അത്രമാത്രം നിങ്ങൾക്ക് മാനസിക വൈഷമ്യം ഉണ്ടാക്കിയ ഒരു കേസ് കൂടിയാണ് ഇത്. അന്വേഷണ ഘട്ടത്തിൽ മാത്രമല്ല, വിചാരണ സമയത്തും ഈ തെളിവ് മൂല്യമുള്ള കാര്യങ്ങൾ കോടതിയിൽ കൃത്യമായി അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? കഴിഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ധാരാളം തെളിവുകൾ ഹാജരാക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ എന്തൊക്കെ കോടതി അപ്രീഷിയേറ്റ് ചെയ്യും, എന്തൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യില്ല, അത് നമ്മൾക്ക് ഈ സമയത്ത് പറയാനായിട്ട് സാധിക്കില്ല. മാത്രമല്ല, അതിലിടപെടുന്നത് അഭിഭാഷകർ എന്ന നിലയിൽ ശരിയുമല്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് കാത്തിരിക്കുക എന്നല്ലാതെ മറ്റൊരു നിവൃത്തിയുമില്ല. ഒരു കോൺസ്പിറസി കേസിൽ സാധാരണ നിലയിൽ ഉള്ളതിനേക്കാൾ ധാരാളം എവിഡൻസുകൾ പ്രോസിക്യൂഷന് ഹാജരാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതൊന്നും കൃത്രിമമായ തെളിവുകളുമല്ല. അപ്പം അതിൽ എന്തൊക്കെയാണെന്നൊന്നും ഞാൻ പറയണില്ല. ലോകം മുഴുവനുള്ള മലയാളികൾ കാത്തിരിക്കുന്ന ദിവസം തന്നെയാണ് ഡിസംബർ 8 എന്ന് പറയുന്നത്. ആ പെൺകുട്ടിക്ക് നീതി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന, ഇപ്പോൾ ചർച്ചയിലുള്ള രാഹുൽ ഈശ്വർ അടക്കമുള്ള ആളുകൾ ആഗ്രഹിക്കുന്നത് നടിക്ക് നീതി കിട്ടണം തന്നെയാണ്. പലപ്പോഴും ചർച്ചകളിൽ അദ്ദേഹവും അത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് പറയുമ്പോഴും ഈ രാഹുൽ ഈശ്വറെ പോലെയുള്ളവർ പറയുന്നത് നടിക്ക് നീതി കിട്ടുന്നത് ഒന്നാം പ്രതിയായ പൾസർ സുനിക്കും തുടർന്നുള്ള പ്രതികൾക്കും ഒക്കെ ശിക്ഷ കിട്ടുമ്പോഴെന്നാണ്. അവിടെയൊക്കെ സൗകര്യപൂർവ്വം അവരൊക്കെ വിട്ടുകളയുന്നത് 8ാം പ്രതിയായ ദിലീപിൻ്റെ പങ്കാളിത്തമാണ്. ഗൂഢാലോചന തെളിയിക്കുന്നതിന് വേണ്ടി അത് പലപ്പോഴും കോടതി മുറികളിൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ, അതിനാവശ്യമായ തെളിവുകൾ കൊണ്ടുവരുന്നത്. പക്ഷേ ഗൂഢാലോചന തെളിയിച്ചു കഴിഞ്ഞാൽ അതിൽ ശിക്ഷ ഉറപ്പിക്കുമ്പോൾ ഇതൊരു റേപ്പ് കേസ് കൂടി ആയതിനാൽ ഈ മറ്റു പ്രതികൾക്ക് കിട്ടുന്ന, ഇതിൽ ഡയറക്റ്റായിട്ട് ഇൻവോൾവ് ചെയ്ത പ്രതികൾക്ക് കിട്ടുന്ന അതേ ശിക്ഷ തന്നെ ലഭിക്കുവാനുള്ള സാധ്യത പോലും ഉണ്ട്. അപ്പോൾ ഈ 8ാം പ്രതിയിലേക്ക് വിരൽ ചൂണ്ടുന്ന തെളിവുകൾ, അതാണല്ലോ നിർണായകം. അത് തന്നെയാണല്ലോ ഈ വിചാരണ പോലും നീട്ടിക്കൊണ്ട് പോയത്. ഇടയ്ക്ക് ചില ഹർജികൾ വരുന്നു, ഇടപെടലുകൾ വരുന്നു, മെമ്മറി കാർഡ് എന്നുള്ള ആ അതീവ തെളിവ് മൂല്യമുള്ള വസ്തുവിനെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണങ്ങൾ വരുന്നു. ഇത് ഈ കേസിനെ എത്രമാത്രം ബാധിച്ചിട്ടുണ്ട്? താങ്കൾ നേരിട്ടുള്ള അറിവുള്ളതാണല്ലോ, കോടതി മുറിയിൽ താങ്കൾ വാദിച്ചിട്ടുള്ള കാര്യമാണല്ലോ, പറയാവുന്ന കാര്യങ്ങൾ പറയുക. ഇതായിരുന്നോ ഏറ്റവും വലിയ സമസ്യ, 8ാം പ്രതിയെ ചുറ്റിപ്പറ്റി ഉയർന്ന വിവാദങ്ങളും സ്വാധീനവുമൊക്കെ? അതെ, തീർച്ചയായിട്ടും 8ാം പ്രതി എന്ന് പറയുന്ന ഒരാൾ ഈ കേസിൽ പ്രതിയായി വന്നത് തന്നെയാണ് ഈ കേസ് ഇത്രയും നീണ്ടുപോകാനായിട്ടുള്ള ഒരു കാരണം. അതല്ലെങ്കിൽ ഈ കേസ് നേരത്തെ തന്നെ ട്രയൽ നടത്തി ഇപ്പോൾ ഒരു തീരുമാനം ഉണ്ടായി പോയേനെ. ഇതിന് 8ാം പ്രതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം അറസ്റ്റിലാകുന്നു. 2ാം ഘട്ടത്തിലാണത്. ആദ്യത്തെ അന്വേഷണം കഴിഞ്ഞ് ആ അന്വേഷണ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യപ്പെട്ടതിന് ശേഷമാണ് റീഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായി 8ാം പ്രതി എന്ന് പറയുന്ന പ്രമുഖ നടൻ ഇതിൽ പ്രതിയായി മാറുന്നത്. അതിനുശേഷമാണ് ഇതിൽ കൂടുതലായിട്ടുള്ള ഇൻഫ്ലുവൻസുകൾ വരുന്നത്, അന്വേഷണത്തിൻ്റെ സ്വാധീനം വരുന്നത്, സാക്ഷികളെ സ്വാധീനിക്കുന്നത്. അദ്ദേഹം ബെയിലിന് പുറത്തു വന്നതിന് ശേഷമാണ് എല്ലാ കാര്യങ്ങളും ആ നിലയിൽ ഈ കേസിനെ ടോർപ്പിഡ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നത്. ഇതിൽ 2 പ്രതികൾ, 2 പ്രധാനപ്പെട്ട പ്രതികളായിരുന്നത് അഡ്വക്കേറ്റ്സ് ആണ്. ഈ 2 അഡ്വക്കേറ്റ്സും ഇതിൻ്റെ തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളൊരു കേസ് നിലവിലുണ്ട്. ആ കേസിൽ ഈ 2 അഡ്വക്കേറ്റ്സിനെയും ഡിസ്ചാർജ് ചെയ്തു ബഹുമാനപ്പെട്ട ഹൈക്കോടതി. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ കേസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ പ്രധാന തെളിവ് എന്ന് പറയുന്ന മെമ്മറി കാർഡ്, ആ മെമ്മറി കാർഡിൻ്റെ ഹാഷ് വാല്യൂ മാറിയത് ട്രയൽ നടക്കണതിൻ്റെ തലേ ദിവസം അറിഞ്ഞെങ്കിലും ആ ട്രയലിൽ ത്രൂ ഔട്ട് മാറിയ ഹാഷ് വാല്യൂ പറയാൻ പറ്റാതെ യഥാർത്ഥത്തിൽ പഴയ ഹാഷ് വാല്യൂവിലായിരുന്നു അതിൻ്റെ ട്രയൽ നടന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആണ് വലിയ അതായത് ഒരു വിക്ടിമിൻ്റെ പ്രൈവസിയുമായി ബന്ധപ്പെട്ടുള്ള ഫണ്ടമെൻ്റൽ റൈറ്റുമായി ബന്ധപ്പെട്ടുള്ള ഹൈക്കോടതി അടക്കം സുപ്രീം കോടതിയിൽ അടക്കമുള്ള പലതരത്തിലുള്ള കാര്യങ്ങൾ നടന്നത്. ഈ കേസിൽ തന്നെയാണ് 2 പ്രോസിക്യൂട്ടർമാർ രാജിവെച്ചു പോകുന്നു. പുതിയ ഒരു പ്രോസിക്യൂട്ടർ വരുന്നു. ആ പ്രോസിക്യൂട്ടറും
വലിയ രീതിയിലുള്ള സ്ട്രഗിൾ നടത്തി തന്നെയാണ് ഈ കേസിൻ്റെ നടത്തിപ്പ് നടത്തിയിരിക്കുന്നത്. ആർഗ്യുമെൻ്റ് നോട്ട് തന്നെ കോടതിയിൽ ഹാജരാക്കപ്പെട്ടിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തായാലും എൻ്റെ ഒരു കാഴ്ചപ്പാട് ഈ പ്രതികളെല്ലാവരും തന്നെ ശിക്ഷിക്കപ്പെടും എന്നത് തന്നെയാണ്. ഒരു കോടതികളെ സംബന്ധിച്ച് അപ്രീഷിയേറ്റ് ചെയ്യുന്നതിന് വ്യത്യസ്തമായി എൻ്റെ കാഴ്ചപ്പാട്, ഞാൻ വിക്ടിമിൻ്റെ ഭാഗത്ത് നിൽക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഹാജരാക്കപ്പെട്ടിട്ടുള്ള തെളിവുകൾ നല്ല തെളിവുകളാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതേസമയം കോടതി രണ്ട് പക്ഷത്തിനെയും പരിഗണിക്കുന്നതാണ് കോടതി. അപ്പോൾ കോടതിക്ക് സ്വാഭാവികമായും അപ്രീഷിയേറ്റ് ചെയ്യപ്പെടാവുന്ന എവിഡൻസ് അപ്രീഷിയേറ്റ് ചെയ്യും. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ സംശയത്തിൻ്റെ ആനുകൂല്യം പ്രതിക്കാണ്. അപ്പം അതും പരിഗണിക്കപ്പെടും. ഈ കേസിൽ പ്രമുഖ നടൻ ഉണ്ടായതുകൊണ്ട് തന്നെയാണല്ലോ നമ്മൾ ഇത്രയും ചർച്ച ചെയ്യുന്നത്. അപ്പം അത് തീർച്ചയായിട്ടും നീതി കിട്ടണമെങ്കിൽ ഈ കോൺസ്പിറസി പാർട്ടിൽ കൂടി ഒരു ശിക്ഷ വിധിക്കപ്പെടുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ നീതി കിട്ടുകയുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ഒരു 6 മാസം മുന്നാണ് ഇതിലെ 1-ാം പ്രതി തന്നെ ഒരു ചാനലിൽ വന്നിട്ട് എങ്ങനെയാണ് അദ്ദേഹം ഈ കുറ്റകൃത്യം ചെയ്തത്, ആരാണായിരുന്നു അതിൻ്റെ പിന്നിൽ, എന്തുകൊണ്ടാണ് നടി ആവശ്യപ്പെട്ട കാര്യങ്ങൾ സ്വീകരിച്ച് ഈ റേപ്പിൽ നിന്ന് അവരെ ഒഴിവാക്കാൻ ആൾക്ക് കഴിയാതിരുന്നത്, ഇത്തരം കാര്യങ്ങളെല്ലാം അതൊക്കെ സമൂഹത്തിൽ ആദ്യമായി നടക്കുന്ന സംഭവങ്ങളാണ്. ഒരു പ്രതി തന്നെ വന്നിട്ട് ഞാൻ ഈ കുറ്റം ചെയ്തു എന്ന് പറയുകയും അത് ഇന്ന ആൾ പറഞ്ഞിട്ടാണ് എന്ന് പറയുകയും ഒക്കെ ചെയ്യുന്നത്. അത്തരം സന്ദർഭങ്ങളും സംഭവങ്ങളും ഈ കേസിൽ ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും ജുഡീഷ്യറിയെ വലിയ രീതിയിൽ ബാധിച്ച, അതിൻ്റെ വിശ്വാസ്യതയെ വലിയ രീതിയിൽ ബാധിച്ച ഒരു കേസ് കൂടിയാണ്. കാരണം 2 പ്രോസിക്യൂട്ടർമാരിൽ ഒരാൾ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ അദ്ദേഹത്തിന് കോടതിയിൽ കേസ് നടത്താൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാണ് അദ്ദേഹം അത്തരമുള്ള ഒരു കേസ് ഫയൽ ചെയ്യണത്. അപ്പോൾ ത്രൂ ഔട്ട് അത്തരത്തിലുള്ള സംശയത്തിൻ്റെതായിട്ടുള്ള നിഴൽ വിചാരണ കോടതി നേരിട്ടുണ്ട്. അപ്പം ഞങ്ങൾ അവിടെ ട്രയൽ നടത്തി പോന്നിട്ടുള്ള ആളുകളാണ്. ഞങ്ങളുടെ തെളിവുകളെല്ലാം കോടതിയിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതിനെ സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടത് കോടതിയാണ്. ശരി, അത് ശരിയാണ്. അത് മറ്റു കാര്യങ്ങൾ നമ്മൾ പറയുന്ന അപക്വമാണ്. വിധി എന്തായിരിക്കും എന്നൊക്കെ പറയുന്നത് അപക്വമായ കാര്യമായതിനാൽ അതിലേക്ക് പോകുന്നില്ല.